കറുപ്പിനും വെളുപ്പിനും അഴകാണെന്നാണ് പാട്ടിൽ പറയുന്നത്. പക്ഷെ ഇന്നും പല ആൾക്കാർക്കും വെളുപ്പാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണം. അങ്ങനെ വെളുക്കാൻ വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും പ്രായഭേദമന്യേ ഫെയർനെസ് ക്രീമുകൾ തപ്പി നടന്ന് തേക്കുന്ന ഒരു കാലമാണ് ഇന്ന്. അപ്പൊ അതിലൊരു കാര്യം ഞാൻ പറയുന്നത്, ഇന്ത്യൻ ജേർണൽ ഓഫ് ഡെർമറ്റോളജിയിൽ 2 പ്രശസ്ത കിഡ്നി പത്തോളജി ഡോക്ടേഴ്സ് പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളാണ്. ഒരു 47 വയസ്സായ സ്ത്രീ, അവർക്ക് കഴിഞ്ഞ 6 മാസമായിട്ട് കാലില് ഭയങ്കര നീര്. പരിശോധിച്ചിട്ട് കാരണം മനസ്സിലാകുന്നില്ല. അവസാനം കിഡ്നി ബയോപ്സി നോക്കി. കാര്യം അവരുടെ മൂത്രത്തിൽ കണ്ടമാനം പ്രോട്ടീൻ ലീക്ക്. അപ്പം ഈ പ്രോട്ടീൻ ലീക്കും വൃക്കകളുടെ പ്രശ്നവും കാരണം ബയോപ്സി ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവരുടെ അരിപ്പയില് മെംബ്രൈനസ് നെഫ്രോപ്പതി എന്നൊരു ഗുരുതര പ്രശ്നം, അരിപ്പ കിഡ്നിയുടെ ഫിൽറ്റർ തകരാറിലായി. കാരണം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അവർ കഴിഞ്ഞ 9 മാസമായിട്ട് വെളുക്കാനായിട്ട് ഫെയർനെസ് ക്രീം തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രീമില് ക്രമാതീതമായ മെർക്കുറി കണ്ടന്റ് ഉണ്ടായിരുന്നു. അവരത് പരിശോധിച്ചു. ഡോക്ടേഴ്സ് പരിശോധിച്ചപ്പോൾ അനുവദിച്ചതിൽ നിന്ന് 7600 തവണ കൂടുതൽ മെർക്കുറി കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇത് ക്രീമിൽ നിന്ന് മെർക്കുറി ബ്ലഡിലോട്ട് പോയി ഇത് കിഡ്നിയിൽ പോയി ഗുരുതര തകരാറുണ്ടാക്കിയതാണ്. അപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. നോർത്തേൺ കേരളയിൽ കഴിഞ്ഞ വർഷം തന്നെ 16 കേസസ് റിപ്പോർട്ട് ചെയ്ത്. 14 വയസ്സായ കുട്ടി, 26 വയസ്സായ ചെറുപ്പക്കാരൻ, പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഫെയർനെസ് ക്രീം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ ക്രീമില് ഈ നമ്മുടെ ശരീരത്തിൽ മെലാനിനാണ് കറുപ്പ് നിറം തരുന്നത്. ഈ മെലാനിന്റെ ഉൽപാദനം തടയുന്ന മെർക്കുറി ധാരാളമായി ഈ ക്രീമില് പല കമ്പനികളും ചേർക്കുന്നുണ്ട്. അത് കാരണം വെളുത്തു വരും, പക്ഷെ കിഡ്നി അടിച്ചു പോകും. അപ്പം കഴിയുന്നത്ര ഈ ക്രീമുകൾ തേക്കാതിരിക്കുക. സൗന്ദര്യം എന്നത് തൊലിപ്പുറത്തല്ല, നമ്മുടെ മനസ്സിന്റെ നൈർമല്യത്തിലും സ്വഭാവത്തിലും നമ്മുടെ കഴിവിലുമാണ് ഒരാൾ സുന്ദരിയും സുന്ദരനും ആകുന്നത്. തേക്കുകയാണെങ്കിൽ സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഈ ക്രീമുകൾ ഉപയോഗിക്കുക.